കൊടുത്തിട്ട് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. എല്ലാവരെ കൊണ്ട് നല്ലത് നമ്മൾ അവരുടെ മനസ്സിൽ നല്ലതായിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ നടക്കൂല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എത്ര ആൾക്കാരോടോ ഈ സന്തോഷങ്ങളും സമാധാനവും അതുപോലെ തന്നെ അവനാൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഖേദത്തോടു കൂടി മാറ്റിവെച്ച് ജീവിക്കാതെ മരിച്ചു പോകുന്നു. എന്താവശ്യം? ഈ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ നല്ലതൊന്നും പറയിപ്പിക്കേണ്ട, മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ നല്ലവരാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരിക്കലും നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മൾ മാറ്റി വെക്കൊന്നും വേണ്ട. എന്തിന്? നമ്മുടെ ആഗ്രഹവും നമ്മളെ സമാധാനവും നമ്മളെ സന്തോഷവും നമുക്ക് വേണ്ടിയിട്ടല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർ അവനാൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ചില സമയം നമ്മുടെ സന്തോഷം ആവണമെന്നില്ല, നമ്മുടെ ദുഃഖമായിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുമ്പോൾ അവനാൻ്റെ മനസ്സിൽ മറ്റുള്ളവരുടെ മനസ്സിൽ അത് സന്തോഷമല്ല, ദുഃഖമായിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ, മറ്റുള്ളവർ നമ്മളെ നല്ലതെന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മനസ്സിന് നല്ലതായി തോന്നുന്നുണ്ടോ നമ്മൾ ചെയ്യുക. എന്തിന് മറ്റുള്ളവർ എന്തേലും വിചാരിച്ചോട്ടെ, മറ്റുള്ളവരുടെ വിചാരമോ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നല്ല നമ്മുടെ ലൈഫ്. നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതമാണ്. അത് നമുക്ക് എന്താണോ സന്തോഷം, നമ്മളെ ആഗ്രഹം എന്താണോ, നമ്മളെ സമാധാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യല്ലേ. മറ്റുള്ളവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിനും മറ്റുള്ളവർ മനസ്സിൽ നല്ലത് എന്ന് വിചാരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷവും സമാധാനവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെക്കുമ്പോൾ അത് നഷ്ടപ്പെടുന്നത് നമുക്കാണ്. നമ്മൾ സന്തോഷിച്ചാലും നമ്മൾ സമാധാനിച്ചാലൊന്നും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ചില ആൾക്കാർക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവുമാണ്. അത് മനസ്സിലാക്കുക. നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനമാണ് മറ്റുള്ളവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നീങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ്? നമ്മുടെ സമാധാനം, നമ്മുടെ സ്വപ്നം, നമ്മുടെ സന്തോഷം. ബസ് നമ്മളാണ് ജീവിക്കേണ്ടത്, അവരല്ല. നമ്മളാണ് നമ്മുടെ ജീവിതമാണ് പോകുന്നത്, അവരുടെ ജീവിതമല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അവരെന്തേലും വിചാരിച്ചോട്ടെ, എന്തെങ്കിലും ആഗ്രഹിച്ചോട്ടെ, എന്തെങ്കിലും അവർ സ്വപ്നം കണ്ടോട്ടെ. നമ്മുടെ ജീവിതം, നമ്മളെ സ്വപ്നം, നമ്മുടെ ആഗ്രഹം, അത് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. എല്ലാവരെ കൊണ്ട് നല്ലത് നമ്മൾ അവരുടെ മനസ്സിൽ നല്ലതായിട്ട് നിൽക്കണമെന്ന് വെച്ചാൽ നടക്കൂല. നമ്മൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കും. നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കും. നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കും. നമ്മളെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കും. അതാണ് നമ്മളോട് തന്നെ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം.